കാണുമ്പോഴത്തേക്ക് ഒരാൾക്കൊക്കെ കുറച്ച് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ വരാം. പക്ഷെ ഒരു കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും ഒരേ സ്വഭാവം എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കരം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ KK ഫാമിലിനെ കുറിച്ചിട്ടാണ്. സോ KK ഫാമിലിയിലെ കഴിഞ്ഞ ഒരു മാസമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു മാസമായിട്ട് ഒരാൾ കയറുമ്പോൾ അടുത്ത ആൾ ഇറങ്ങും, അടുത്ത ആൾ കയറുമ്പോൾ ആ നേരത്തെ കയറിയ ആൾ ഇറങ്ങും, അങ്ങനെ കയറി ഇറങ്ങിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എയറിൽ. സോ ഇപ്പോൾ ഫൈനലി എയറിൽ കയറിയിട്ടിരിക്കുന്നത് നമ്മുടെ KK ഫാമിലിയിലെ മെയിൻ ആളായിട്ടുള്ള നമ്മുടെ കൃഷ്ണകുമാറാണ്. അപ്പോൾ നമ്മുടെ അഹാനക്കുട്ടീനെ കുറിച്ചിട്ട് ഭയങ്കര ആരൊക്കെ കയറിയാലും കുറച്ച് നാൾ മുന്നേ വരെ ആരൊക്കെ എയറിൽ കയറിയാലും എല്ലാവരും പറയാറുണ്ടായിരുന്നു അഹാന ആണ് അവിടുത്തെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെച്ചേക്കായിരുന്നു. സോ ഫൈനലി നമ്മുടെ അഹാനയുടെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീണത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ അഹാന കാണിച്ച ഈ ഒരു ക്യാരക്ടർ ശരിക്കും സ്വന്തം അപ്പൻ്റെ ക്യാരക്ടർ തന്നെയാണെന്ന് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാം കുറച്ച് ഭാഗങ്ങൾ. ഇതിന് പ്രതികരിക്കല്ലേ എന്ന് പറയുന്നതിന് ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവർക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയതേ. എൻ്റെ മോൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ അടിപൊളി അച്ഛൻ ഇങ്ങനെ വേണം. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയതാണ് അവരുടെ ഭാഗ്യമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ത് തെണ്ടിത്തരം മക്കൾ കാണിച്ചാലും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനെയും അമ്മയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ചില സമയങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇവർ എന്താണെങ്കിലും അപ്പനും അമ്മയും മക്കളുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് തെണ്ടിത്തരമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും അപ്പനും അമ്മയും ഇതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്നൊരു ഫാമിലി വേറെ നമുക്ക് എവിടെയും കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരാളെ കൊന്നിട്ട് വന്നാലും ഇവർ ഇത്രയും പേര് ഒറ്റക്കെട്ടാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മോളെന്തോ വലിയൊരു നല്ല കാര്യം ചെയ്ത പോലെയാണ് ഇരുന്ന് ഘോരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് എന്താണ്, സ്വന്തം ഭാര്യയുടെ അമ്മനെ ചവിട്ടി കൂട്ടും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഇവിടെ പറഞ്ഞു വന്നത്. അപ്പം പുള്ളിയായിരുന്നു എങ്കിൽ സ്വന്തം ഭാര്യയുടെ അമ്മേനെ നേരത്തെ പോയി ചവിട്ടി കൂട്ടിയേനെ എന്നുള്ളതാണ് പുള്ളി ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു എൻ്റെ മോളാണ് അഹാന. സോ അതിൽ നിന്ന് നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി, ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കണമായിരുന്നു, ഇത്രയല്ലേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്നാണ് പുള്ളി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇവരുടെ ഒരു ഫാമിലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവരെ കുറിച്ച് ആരും നെഗറ്റീവ് പറഞ്ഞാലും അല്ലെ എന്ത് പറഞ്ഞാലും യൂട്യൂബിലൊക്കെ ഇവർ വീഡിയോ മറ്റേ അനന്തുവിൻ്റെ ഒക്കെ വീഡിയോ വന്ന് ഇവർ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും അങ്ങ് ഇട്ട് വലിച്ചു കീറുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് അടങ്ങി മിണ്ടായിരുന്നത് കുറച്ച്. അതായത് അങ്ങ് പിടിയൊക്കെ അങ്ങായതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് പോലീസുകാർ വന്നൊക്കെയാണ്, പോലീസൊക്കെ ആള് വീട്ടിൽ വന്നിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യിക്കുന്നതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇവരെ ആരെന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ സ്ട്രൈക്ക് കൊടുത്തും. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഫാമിലിയാണ് ഇവർക്ക് എന്തും കാണിച്ചു കൂട്ടാം. പക്ഷെ മറ്റാരും ഇവരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. ഇവർ പറയുന്നതൊക്കെ ശരിയാണ്. അങ്ങനെ ഇപ്പം തൻവീനെ എന്തായാലും അടിച്ചു കൂട്ടി ഒരു മൂലയ്ക്ക് ഇട്ടേക്കുകയാണ്. അതായത് ഇനി ഈ കാര്യങ്ങളൊന്നും പറയണ്ട. ഞാൻ പറയട്ടെ, നാണം ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞായിരുന്നല്ലോ ഇനി അതായത് ഫാമിലി ഇഷ്യൂസ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, ഫാമിലിയിൽ തന്നെ സംസാരിച്ചു. സോ ഫാമിലി ഇഷ്യൂ ഇനി പബ്ലിക്കിലേക്ക് കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഹാന ഒരു വലിയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അല്ലേ. എന്നിട്ട് ഇപ്പം തൻവിക്ക് ഒറ്റ അപ്പനെ ഉള്ളെന്നുള്ളത് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ തൻവി പിന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു കാര്യവും സംസാരിക്കുക ഒരു സംഭവം ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ ഇരുന്നിട്ട് അടുത്ത ആഴ്ച ആ സംഭവം ഒക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സിന്ധു കൃഷ്ണൻ നൈസായിട്ട് ആൾക്കാർക്ക് ഓരോ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും കൂടെ തല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ കാര്യം പോലെ അങ്ങ് പറയുകയാണ്. അതങ്ങ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. പിന്നെ അതിനെ ചൊല്ലി അടുത്ത പ്രശ്നമാവുന്നു. അത് പിന്നെ എക്സ്പ്ലനേഷൻ പോസ്റ്റ് ആയിട്ടിട്ട് വീഡിയോ ഇടരുതെന്നല്ലേ പറഞ്ഞോളൂ, അതുകൊണ്ട് പോസ്റ്റായിട്ട് വന്നിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അത് അടങ്ങി വന്നപ്പോൾ പിന്നെയും കുറേ വലിയ പോസ്റ്റ് പോലെയൊക്കെ ഇടുന്നു. അത് കഴിയുമ്പോൾ അടുത്ത മോൾ അവിടെ കൂടി ഇടുന്നു. എന്തായാലും കൊള്ളാം, ബെസ്റ്റ് ഫാമിലിയാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒരു ഫാമിലി. അപ്പം ബാക്കിയും കൂടെ പുള്ളി പറയുന്നുണ്ട്. അപ്പം അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഗൈസ്. ഞാൻ രാവിലെ എന്നും എണീക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ 2 തവണ നന്ദി പറയും. കാരണം ഇത്രയും സുന്ദരമായൊരു ജീവിതം എനിക്ക് തന്നതിന് അതിയായി നന്ദി പറയും. എല്ലാം ഉണ്ട്, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്.
ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നി ഇയാൾക്ക് ജോലിയില്ല. എൻ്റെ കൃഷ്ണകുമാറേ, എന്ത് നല്ലൊരു മനുഷ്യനാണ്. രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എനിക്ക് അതുണ്ട്, ദൈവമേ നീ എനിക്ക് അത് തന്നതുകൊണ്ട് നന്ദി. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കൊച്ചുമകനുണ്ട്, എനിക്ക് 2-4 മക്കളുണ്ട്, എനിക്ക് ഒരു കുട്ടി ഇപ്പൊ കല്യാണം കഴിച്ചു, എനിക്ക് അതിയായ പണമുണ്ട്, സ്വർണമുണ്ട്, സ്വത്തുണ്ട്, ഞങ്ങളുടെ ഒരു നല്ല ഫാമിലിയാണ്, ഞങ്ങൾക്ക് ഫെയിം ഉണ്ട്, പവറുണ്ട്, എല്ലാം ഉണ്ട്, അതിനൊക്കെ നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ ആ കുറച്ചു മുമ്പേ പറഞ്ഞ ആ ഒരു ഭാഗം കൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതായത് നിങ്ങളുടെ ഭാര്യയുടെ അമ്മ, അത്രയും പ്രായമുള്ള ആ ഒരു അമ്മേനെ ചവിട്ടിക്കൂട്ടണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആര് പറഞ്ഞാലും അവരെയൊക്കെ വീട്ടിൽ കയറി തല്ലണം, അല്ലെങ്കിൽ അടിച്ച് ഷേപ്പ് മാറ്റണം എന്ന് നിങ്ങൾ പറയുന്നത് ആ ഒരു വിഷമുള്ള നാക്കുകൊണ്ടാണല്ലോ ഈ ഒരു കാര്യങ്ങളും പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ മനസ്സിൽ എന്താണ്. ഇപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി തൻവിയുടെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു ഇഷ്യൂല് തൻവി തന്നെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ഭയങ്കര പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ തൻവിക്ക് വീഡിയോ ഇടാനും പറ്റില്ലായിരിക്കും. സോ ഇവർ ഇടത്തില്ല. അതായത് വീണ്ടും ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു, രണ്ടുപേരും കൂടെ തീരുമാനിച്ചു അതുകൊണ്ട് വീഡിയോ ഇടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ വീണ്ടും ഇടയ്ക്കൂടെ വീഡിയോസ് കൊടുക്കുന്നു. കാരണം ആ നെഗറ്റിവിറ്റി വന്നത് എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പൊ നമ്മളെ കൊണ്ട് തന്നെ ഇവര് തൻവിയെ നെഗറ്റീവ് പറയിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവരും. അത് എന്തായാലും അത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും തൻവിയുടെ എന്തെങ്കിലും ഒരു കൊണ്ടുവരാതിരിക്കത്തില്ല. കാരണം അത്രയധികം എനിക്കെന്തോ ഇവരങ്ങ് പോസിറ്റിവിറ്റി അതായത് ആ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം വന്നല്ലോ, അത് എങ്ങനെയെങ്കിലും പോസിറ്റീവ് ആക്കാനാണ്. സിന്ധു ആണെങ്കിൽ നൈസായിട്ട് ഇടയിൽ കൂടെ വീഡിയോ എടുത്തു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഫുൾ എക്സ്പ്ലനേഷനുമായിട്ട് ഒരു പോസ്റ്റുമായിട്ട് അഹാന വരുന്നു. അപ്പം ഈ ഒരു മുഖംമൂടി അഴിഞ്ഞതിൽ വളരെയധികം വിഷമമുണ്ട് ഫാമിലിക്ക്. അപ്പം നമുക്ക് ഇവരുടെ ഒരു പഴയ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഗൈസ്. എല്ലാവർക്കും നല്ലത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഈ ആണുങ്ങളുടെ ഒരു സംഭവമുണ്ട്, എല്ലാവർക്കും എനിക്കറിയില്ല, ഇങ്ങനെ പൊതുവെ ഞാൻ കാണുന്ന വെച്ചാൽ നമ്മൾ പറയും, ഞാൻ എപ്പോഴും പറയും, ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റാണെങ്കിൽ പോലും 4 പേര് നിൽക്കുമ്പോൾ നീ അങ്ങ് സമ്മതിച്ചു, അത് കഴിഞ്ഞിട്ട് പറ. ഇത് ആ സമയത്ത് ചിലപ്പോൾ പറഞ്ഞു എനിക്ക് അടക്കാൻ പറ്റില്ല. എനിക്ക് ശരിയും തോന്നുന്നതേ എനിക്ക് ചെയ്യാൻ പറ്റും. 30 വയസ്സ്, ഇപ്പൊ 58 വയസ്സാണ്. അപ്പൊ എനിക്കൊരു 30 വയസ്സിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ കയറി അടിക്കും എന്നുള്ളത് ശരിയാണ്. കാരണം സ്വന്തം ഭാര്യയ്ക്ക് അടി കൊടുത്ത്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യനെ അടിച്ചമർത്തി താഴ്ത്തി കെട്ടി കാണിക്കുന്നതാണ് മക്കള് അവിടെ ഇരുന്ന് കാണുന്നത്. അപ്പം ഇത് പറയുമ്പോഴും അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ട് മക്കൾ. അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണകുമാർ പറയുന്നുണ്ട്, എൻ്റെ ഒരു വേർഷൻ, എൻ്റെ ഒരു പെൺ വേർഷനാണ് അഹാന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അവരുടെ കയ്യിൽ നിന്ന്. കാരണം ഈ ഒരു പേരന്റിങ് അല്ലെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവര് ഈ 4 മക്കളെയും വളർത്തിയേക്കുന്നത്. സോ ദിയയുടെ ആണെങ്കിലും പല ആൾക്കാരും പറയാറുണ്ട്, അശ്വിൻ അവിടെ ദിയ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവിടെ ഒരു ദിയയാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ഈ ഒരു സംഭവം കണ്ടിട്ടാണ്, അച്ഛൻ അമ്മയെ അടക്കി വാഴുന്നത് കണ്ടാണ് മക്കള് 4 മക്കളും വളർന്നു വന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലും ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും വലിയ സീനായിട്ടും എനിക്ക് തോന്നില്ല. കാരണം അവിടെ നിന്ന് എല്ലാവരും ചിരിച്ച് കളിച്ചാണ് അത് കേട്ടോണ്ടിരിക്കുന്നത്. എന്തോ വലിയ സംഭവം പോലെയാണ് പറയുന്നത്. ഞാൻ സ്വന്തം ഭാര്യയ്ക്കിട്ട് കൊടുക്കാറുണ്ട്, അവൾ അഭിപ്രായം പറയുന്നത് കൊണ്ട് കൊടുക്കാറുണ്ടെന്നൊക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവര് ഭയങ്കര, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഞാനൊക്കെ വിചാരിച്ചു ഭയങ്കര മോഡേൺ ഫാമിലിയാണ്, അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതിനോ ഒക്കെ അവർക്ക് ഭയങ്കര സപ്പോർട്ട്. അവരവിടെ നമ്മളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഡ്രീം അങ്ങനത്തെ ഒരു സാധനം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അച്ഛനെയും നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും അവരുടെ ലൈഫിൽ അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടും സ്വന്തം ഭാര്യനെ തല്ലുന്നത് വലിയൊരു പുണ്യമഹത്വം ആയിട്ടാണ് പുള്ളി അവിടെ വന്നിരുന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്, അത് എന്തൊരു മെസ്സേജ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. സ്വന്തം ഭാര്യയ്ക്ക് റൂമിനകത്ത് വന്ന് മാത്രമേ അവർ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ അഭിപ്രായം പറയാൻ പറ്റുക, അതൊക്കെ ഏത് കാലമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു സംഭവമാണ് കണ്ടിട്ടാണ് ഈ 4 മക്കളും വളരുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി, അതായത് വർഷങ്ങൾക്ക് മുന്നേ സിന്ധു കൃഷ്ണനും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാതെ അവരെ അടിച്ച് ഒരു മൂലക്കിടും എന്നുള്ള കാര്യമാണ് പുള്ളി പണ്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം. എന്നിട്ട് ഇപ്പം മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, നെഗറ്റീവ് പറയുന്നവർ നിങ്ങളുടെ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളത്. അതുകൊണ്ടാണോ ഹൻസിക കൃഷ്ണൻ നെഗറ്റീവ് പറഞ്ഞവർക്കൊക്കെ സ്ട്രൈക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പലവർക്കും സ്ട്രൈക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ അഹാന കൃഷ്ണനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അനന്തുവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പോലീസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്തു. അപ്പം അങ്ങനെയാണ്, നെഗറ്റീവ് പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വന്ന് ഇന്റർവ്യൂവിൽ നമ്മൾ പലതും പറയും.
പക്ഷെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കാണിക്കും. അപ്പോൾ സ്വയമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പറയാം. കാരണം ഈ ഒരു ഫാമിലി ഫുൾ എക്സ്പോസ്ഡ് ആയി. ഇനി എത്രത്തോളം സംസാരിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം വന്നാലും ആ ഒരു ഫാമിലിയോട് നമ്മൾക്ക് പണ്ട് തോന്നിയ കാര്യങ്ങളൊന്നും നമുക്കിനി തോന്നാൻ പോകുന്നില്ല. കാരണം അവരുടെ ഒരു യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ, ആ വീട്ടിലുള്ള എല്ലാവരുടെയും ക്യാരക്ടർ നമുക്കിപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഓമിയുടെ ബർത്ത്ഡേ മുതൽ, ഓമിയുടെ ബർത്ത്ഡേ അല്ല, അതായത് അമ്മൂമ്മയുടെ കാര്യം മുതൽ ഓമിയുടെ ബർത്ത്ഡേ വരെ സ്വന്തം മകളെ പഠിപ്പിച്ചു വെച്ച കുഴിയിലോട്ട് കാലിൽ നീട്ടിയിരിക്കുന്ന എത്രയൊക്കെ ആണെങ്കിലും അവരുടെ വല്യമ്മയാണല്ലോ. അല്ലെങ്കിൽ ഈ സിന്ധു കൃഷ്ണയാണെങ്കിൽ പോലും വീഡിയോ അയച്ചു കൊടുത്ത സ്വന്തം അമ്മയുടെ അല്ലേ, അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ അച്ഛൻ്റെ ആണല്ലോ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മക്കള് അല്ലെങ്കിൽ ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. സോ അവർക്കിട്ട് വരെ പണിയാന്ന് പറയുമ്പോൾ ദാറ്റ്സ് നൈസ്, വെരി നൈസ്. അപ്പോൾ എന്തായാലും എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കൂല, അത് വേറെ കാര്യം. എന്നാലും ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി ഗൈസ്. സോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു ഫാമിലിയെ കുറിച്ചുള്ള, എൻ്റെ വീഡിയോനെ കുറിച്ചൊന്നും വേണ്ട, ഈ ഫാമിലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്. അപ്പോൾ